നമ്മുടെ ലൈഫിലോട്ട് വരുന്ന സങ്കടങ്ങളും പെയിനും പ്രശ്നങ്ങളൊക്കെ പടച്ചോൻ വെറുതെ തരുന്നാന്ന് വിചാരിക്കുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചാൽ മതി. ഈ ആകാശങ്ങൾക്കും നക്ഷത്രങ്ങൾക്കും എത്ര വലിപ്പമുണ്ട്. ഭൂമിയിലെ ഓരോ മണൽത്തരികളെക്കാളും കൂടുതൽ നക്ഷത്രങ്ങൾ ഇന്ന് ആകാശ ലോകത്തുണ്ട്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര വലുപ്പമുള്ള ആകാശഭൂമികളെ സൃഷ്ടിച്ച പടച്ചോനാണോ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ പ്രയാസം? സൂറത്ത് മുൽക്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, പരമകാരുണികന്റെ സൃഷ്ടിപ്പിൽ യാതൊരു ഏറ്റക്കുറവും നീ കാണുകയില്ല. നീ നിന്റെ ദൃഷ്ടിയെ തിരിച്ചു കൊണ്ടുവരൂ, വല്ല വിടവും കാണുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് രണ്ട് മൂന്ന് തവണയാ പടച്ചോൻ ആ ചോദ്യം നമ്മളോട് ആവർത്തിച്ച് ചോദിക്കുന്നത്. അതിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം തരും, അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ 100% അല്ലെങ്കിൽ അതിലേറെ കോൺഫിഡന്റ് ആണ്. എവിടെ നോക്കിയാലും നമുക്കൊരു പോരായ്മ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കണു, അപ്പൊ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നതൊക്കെ പോരായ്മകളല്ലേ? അല്ല, ഒരിക്കലല്ല. ആകാശഭൂമികളിൽ യാതൊരു പോരായ്മ നമുക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. അതേപോലെയാണ് നമ്മളെ ലൈഫിലും. പടച്ചോ നമ്മളെ മറന്നിട്ടോ അല്ലെങ്കിൽ പടച്ചോ നമ്മളെ അവഗണിച്ചിട്ടോ അല്ല, മറിച്ച് എല്ലാ വേദനകൾക്കും ഒരു പർപ്പസ് ഉണ്ട്. അതേപോലെ ഏത് പ്രയാസങ്ങളും അത് റിവാർഡ് ചെയ്യാതെ കടന്നു പോകുന്നില്ല.